പശ്ചിമബംഗാൾ ഫാൽത്ത മണ്ഡലത്തിലെ റീപോളിംഗിന് 2 ദിവസം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവാങ്ങി. ജഹാംഗീർ ഖാനാണ് മത്സരത്തിന് ഇല്ലെന്ന് അറിയിച്ചത്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അർജുൻ, എന്താണ് ഈ പിന്മാറ്റത്തിന് പിന്നിൽ? ഗൂഗിൾ എന്തുകൊണ്ടാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജഹാംഗീർ ഖാൻ പിൻവാങ്ങിയത് എന്നുള്ള വിവരം അദ്ദേഹം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ താൻ എന്തായാലും ഇനി മത്സരത്തിൽ പങ്കെടുക്കാനില്ല, തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ BJPക്ക് ഫാൽത്ത മണ്ഡലത്തിലും ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ മെയ് 21-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം അവിടെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിൻവാങ്ങിയാൽ പോലും കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ CPIM-ന്റെയും സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നേരത്തെ ഏപ്രിൽ 29-ാം തീയതി നടന്ന തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഈ ഫാൽത്ത മണ്ഡലത്തിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ചും ആളുകളെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ വലിയ തോതിൽ ക്രമക്കേടുകൾ വരുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരോപണങ്ങളായി BJPയും തൃണമൂൽ കോൺഗ്രസും പരാതി നൽകിയിരുന്നു. ആ പരാതിയെല്ലാം തന്നെ പരിശോധിച്ചായിരുന്നു 268 ബൂത്തുകളിലും ഈ വരുന്ന 21-ാം തീയതി ഒരു റീപോളിംഗ് നടത്തണമെന്നുള്ള കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടത്. കഴിഞ്ഞ ദിവസം തന്നെ മത്സരിക്കാൻ അനുവദിക്കുന്നില്ല BJP എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി അടക്കം, കൽക്കത്ത ഹൈക്കോടതി അടക്കം ഈ പറഞ്ഞ ജഹാംഗീർ ഖാൻ സമീപിച്ചാണ്. കാരണം നേരത്തെ തനിക്ക് പേരിലുള്ള കേസുകളെല്ലാം കുത്തിപ്പൊക്കിക്കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ള കാര്യം, അതിലും ഒരു താൽക്കാലിക ആശ്വാസം ജഹാംഗീർ ഖാന് കഴിഞ്ഞ ദിവസം കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചതാണ്. പ്രത്യേകിച്ച് മെയ് 28-ാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കാര്യമടക്കം പോലീസിൽ നിർദ്ദേശം നൽകിയിരുന്നു കോടതി. എന്നിട്ടും അദ്ദേഹം ഇന്നിപ്പോൾ ഈ 21-ാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ബംഗാളിൽ നിന്നും പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം അദ്ദേഹം ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടോ വിശദീകരിക്കാനായിട്ടോ നിന്നിട്ടില്ല. ഗോകുൽ, ശരി, ഏതായാലും ആ പിന്മാറ്റത്തിന് പിന്നിലെന്തെന്നറിയില്ല. റീപോളിംഗിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയാണ്. 2 ദിവസം മാത്രം ശേഷിക്കുകയാണ് ഈ പിന്മാറ്റം തൃണമൂൽ സ്ഥാനാർത്ഥിയുടേത് പശ്ചിമബംഗാളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.